വടക്കുകിഴക്കൻ മേഖലയിൽ സമാധാനം ഉറപ്പിക്കാനായി എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിഘടനവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. 20-ലധികം സമാധാന കരാർ നിലവിൽ വന്നുവെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. पुलिस, आर्मी, असम राइफल और केंद्रीय पुलिस बल इस सब ने इकट्ठा मिलकर यहाँ पर एक बहुत अच्छी व्यवस्था करने में सफलता पाई है, जिसके चलते हिंसक घटनाओं में 31% कमी और नागरिकों की मृत्यु में 86% की कमी ये 10 साल में हमने सिद्ध की है. लगभग 10,574 विद्रोही सरेंडर हुए हैं और कई सारे समझौते. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, 10 വർഷം കൊണ്ട് വിഘടനവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിഞ്ഞ കാര്യം ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഈ മേഖലയിൽ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലയിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു സമാധാന പാതയിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. വീണ, നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെ 72ാമത് പ്ലീനറി സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇന്ന് സാമ്പത്തിക വികസന പദ്ധതികൾ കൊണ്ടും ഭരണപരമായ കാര്യങ്ങൾ കൊണ്ടും വടക്ക് കിഴക്കൻ മേഖല ഡൽഹിയിൽ നിന്ന് അകലെയല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതായത് മുൻപ് അവഗണന മാത്രം നേരിട്ടിരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഡൽഹിയിലേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ യാത്ര ചെയ്യുമ്പോൾ അവർ പോലും പറഞ്ഞിരുന്നത് അവർ ഭാരതത്തിലേക്ക് പോകുന്നു, ഇന്ത്യയിലേക്ക് പോകുന്നു, അതായത് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന തരത്തിൽ പോലും മാനസികമായി അകലെ നിന്നിരുന്ന വടക്ക് കിഴക്കൻ മേഖലയെ ചേർത്ത് പിടിക്കാൻ ഈ മോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ, ആർമി, പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വിഘടനവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സാധിച്ചു. സമാധാനം പുനഃസ്ഥാപിച്ചു. വിഘടനവാദികളുടെ അക്രമങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ 86% കുറവുണ്ടായി എന്നുള്ളതാണ് അമിത് ഷാ ചൂണ്ടിക്കാട്ടിയത്. മുൻപ് വിവിധ സ്ഥലങ്ങൾ, അത് നാഗാലാൻഡും മണിപ്പൂരും അസാമും മേഘാലയയും സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ വിവിധ പേരുകളിലുള്ള വിഘടനവാദ സംഘടനകൾ അക്രമം നടത്തിയിരുന്ന, അഴിഞ്ഞാടിയിരുന്ന മേഖലകളിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ 86% കുറവുണ്ടായി എന്നുള്ളതാണ് അമിത് ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അവിടെ ക്രിയാത്മകമായ പ്രവർത്തനം നടത്താൻ സാധിച്ചു. ഇന്ന് വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യമായ സാഹചര്യമാണ് വടക്ക് കിഴക്കൻ മേഖലയ്ക്കുള്ളത്. ഭാരതത്തിന്റെ വികസന കുതിപ്പിന്റെ ചിറകായി വടക്ക് കിഴക്കൻ മേഖല മാറുന്നു എന്നുള്ളതാണ് അമിത് ഷാ ചൂണ്ടിക്കാട്ടിയത്. അതായത് എങ്ങനെയാണ് പിന്നാക്കം നിന്നിരുന്ന ഒരു മേഖലയെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് മോദി സർക്കാർ എത്തിച്ചത്, അല്ലെങ്കിൽ രാജ്യം എത്തിച്ചത് എന്നാണ് അമിത് ഷാ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പൂർണ്ണമായ അവഗണന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിട്ടിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ലോക്സഭാ സീറ്റുകൾ, പല സംസ്ഥാനങ്ങളിലും ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണുള്ളത്. ഈ 8 സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേത് പരിശോധിക്കുമ്പോൾ വളരെ കുറഞ്ഞ ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാര്യമായ നേട്ടങ്ങൾ ആ മേഖലയിൽ ഉണ്ടാക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മുൻപ് ഭരിച്ചിരുന്ന സർക്കാരുകൾ അവഗണന മാത്രം നൽകിയ മേഖലയാണ് വികസന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എത്തിച്ചുകൊണ്ടും ഒപ്പം വിഘടനവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടും വലിയ മാറ്റം കൊണ്ടുവന്നത് എന്നതും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന വിഘടനവാദ സംഘടനകളുമായി സമാധാന കരാറിലേക്ക് എത്തിച്ചു. ഭൂരിപക്ഷം വിഘടനവാദികളും ആയുധം വെച്ച് കീഴടങ്ങി. സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ 86% കുറവുണ്ടായി എന്നുള്ളതുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശരി ജിഷ്ണു.